ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഗാമിസ് ആണ് മക്കളെ. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഒരുപാട് മാച്ച് ദ ഫോളോവിങ്ങും വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം എപ്പോഴും നമ്മൾ ലൈവിൽ വരുന്ന സമയത്തൊക്കെ ഈ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ വൺ വേർഡ് അതേപോലെ മാച്ച് ദ ഫോളോവിങ് ഒക്കെ വലിയ വലിയ എസ്സേൻ്റെ ഉള്ളിൽ മുങ്ങി പോവാറാണ് പതിവ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ മാച്ച് ദ ഫോളോവിങ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം എപ്പോഴും നിങ്ങൾ ചോദിക്കുന്നതാണ് മിസ്സേ അതിൻ്റെ ഒരു സെറ്റ് വീഡിയോ ചെയ്ത് വെക്കുമോ എന്നല്ലേ. അപ്പം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് നമ്മൾ 20 ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ മക്കൾ എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം തന്നെ എന്താണെന്ന് നോക്കിയേ. പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രണ്ടാമത്തെ നോക്കിയേ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. പിന്നെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 1946 നവംബർ 26 ഒഫീഷ്യലി നിലവിൽ വന്നത് എന്നാണ് 1950 ജനുവരി 26 ഇത് ഒഫീഷ്യലി നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ചുവടെ തന്നിരിക്കുന്ന വ്യവസ്ഥകളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത വ്യവസ്ഥകൾ ഏതെല്ലാമാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് വന്നതാണ് കേട്ടോ മക്കളെ. വെറുതെ ക്വസ്റ്റ്യൻസ് ഒന്നും സെറ്റ് ചെയ്തല്ല, പ്രീവിയസ് ഇയറിന് ചോദിച്ചതാണ്. അപ്പൊ ഏതൊക്കെയാണ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഒന്നാമത് എന്താണ്? റൂൾ ഓഫ് ലോ ആണ്. എന്താണ് മക്കളെ? റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ചയാണ് പറയുന്നത്. രണ്ടാമത് എന്താ പറയുന്നത്? നമ്മുടെ പാർലമെന്ററി ഗവൺമെന്റ് ആണ് പറയുന്നത്. എന്താണ്? പാർലമെന്ററി ഗവൺമെന്റ്. മൂന്നാമതോ നമ്മുടെ പൊസിഷൻ ഓഫ് സ്പീക്കർ അഥവാ സ്പീക്കറുടെ പദവിയാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? നിയമവാഴ്ച, പാർലമെന്ററി ഭരണ സമ്പ്രദായം, സ്പീക്കറുടെ പദവി. ഇതെല്ലാം എവിടെ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും എന്താണ്? കടമെടുത്തിട്ടുള്ളതാണ്. എന്തേതാണ്? കടമെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തയിലേക്ക് നമുക്ക് പോകാം. മാച്ച് ദ ഫോളോവിങ് ആണ്. ശ്രദ്ധിക്കുക. ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷന് ചോദിച്ചിട്ടുണ്ട്. മിസ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. ആ വര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ ഞാൻ എന്താ ഹൈലൈറ്റർ യൂസ് ചെയ്ത് കൊടുക്കട്ടോ മക്കളെ. ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം. ഒന്ന്, പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ സെയിം കളർ ആവുന്ന സമയത്ത് വേഗം ഐഡന്റിഫൈ ചെയ്യാലോ. രണ്ടാമത്, ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരായിരുന്നു? ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നമ്മുടെ BR അംബേദ്കർ ആണ്. അടുത്തതോ, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അടുത്തതിലേക്ക് പോട്ടെ. ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 ഒഫീഷ്യലി വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് റൈറ്റ് ഡിലീറ്റഡ് ഫ്രം ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നിട്ട്, അതായത് മൗലികാവകാശമായിരുന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത ഏത് അവകാശമാണ്? നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശമായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എടുത്തു മാറ്റിയത്. അതേപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തു മാറ്റിയ സ്വത്തവകാശം ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ്, ഏത് അമെൻമെന്റിലൂടെയാണ് എടുത്തു മാറ്റിയത്? 42ാം ഭരണഘടന ഭേദഗതിയിലൂടെയാണ് എടുത്തത് മാറ്റിയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കിക്കേ. സുപ്രീം കോടതിയുടെ റിട്ട് ജുറിസ്ഡിക്കേഷൻ ആർട്ടിക്കിൾ ഏതിലാണ്? 32 ഹൈക്കോടതിയുടെ റിട്ട് ജുറിസ്ഡിക്കേഷനോ? ആർട്ടിക്കിൾ 226. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടി വേണമെന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഏതാണ്? 42ാം ഭരണഘടന ഭേദഗതി. അടുത്ത നോക്കിയേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹാർട്ടും സോളുമായിട്ട്, ഹൃദയവും ആത്മാവുമായിട്ട് BR അംബേദ്കർ പറയുന്നത് ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ്? ആർട്ടിക്കിൾ 32 പറയുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാല്ലേ.
ഡാഷ് ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. ഏതാണ് 42. ഏതാണ് 42. 40 സെക്കൻഡ് ആണ് പറയുന്നത്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന ഭരണഘടന ഭേദഗതികളിൽ ഏതാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത്? അത് നമ്മൾ പറഞ്ഞു 42 ഭേദഗതിയിൽ ഏതാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത്? അത് നമ്മൾ പറഞ്ഞു. അടുത്തത് നോക്കിക്കേ, which right described by Ambedkar has the heart and soul of the constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാർട്ടും സോളുമായിട്ട് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 32 നമ്മൾ പറയുന്നത്. ആർട്ടിക്കിൾ 32 പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക. ഇവിടെ മക്കളെ കുറച്ച് സർവീസസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, സെയിൽസ് ടാക്സ്, ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇത് 3 അണ്ടറിൽ കൊടുക്കാനാണ്. കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, അഖിലേന്ത്യാ സർവീസ്. ഇതിന്റെ അണ്ടറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ മിസ് ഇവിടെ ടിക്കിട്ട് പോകാം. ആദ്യം നമുക്ക് കേന്ദ്ര സർവീസിന് റെഡ് ചൂസ് ചെയ്യാം. കേന്ദ്ര സർവീസസ് ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആണ് മക്കളെ കേന്ദ്ര സർവീസ് വരുന്നത്. പിന്നെ ഏതാണ്? ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ് വരുന്നത്. രണ്ടാമത്തത് സംസ്ഥാന സർവീസിന് നമുക്ക് വയലറ്റ് കളർ കൊടുക്കാം. അത് ഏതൊക്കെയാണ്? സെയിൽസ് ടാക്സും ഹെൽത്ത് സർവീസും ആണ് മക്കളെ പറയുന്നത്. സെയിൽസ് ടാക്സും ഹെൽത്ത് സർവീസും ആണ് പറയുന്നത്. ഇനി അഖിലേന്ത്യാ സർവീസ് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അത് ഇന്ത്യൻ പോലീസ് സർവീസും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് 3 മാർക്കാണ്. നമ്മൾ ചിലപ്പോൾ 3 മാർക്കിന്റെ പരീക്ഷയ്ക്ക് എഴുതിയ 1.5, 2, 2.5 അതൊക്കെയല്ലേ കിട്ടുള്ളൂ. ഇത് കറക്റ്റായിട്ട് നമ്മൾ അവിടെ കൊടുത്താൽ 3 മാർക്കും എന്ത് ചെയ്യും? നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു ടേബിള് അറേഞ്ച് ചെയ്യാനാണ്. സിവിൽ സർവീസസ് 3 അത് നമുക്ക് ഇതാ ഇവിടെ തന്നെ ഉണ്ട്. അതിൽ ഏതാ ഇവിടെ കൊടുത്തത്? ഒന്ന് സ്റ്റേറ്റ് സർവീസാ. ബാക്കി 2 എന്താണുള്ളത്? സ്റ്റേറ്റ് കഴിഞ്ഞാൽ സെൻട്രലും ഓൾ ഇന്ത്യ സർവീസുമാണുള്ളത്. ഒന്നെന്താണ്? ഓൾ ഇന്ത്യ സർവീസും ഓൾ ഇന്ത്യ എന്ന് എഴുതുന്നുള്ളൂ. സർവീസിനും കൂടി മിസ് ചെയ്തതിന് കൺഫ്യൂഷൻ വരണ്ട. ഓൾ ഇന്ത്യ സർവീസും പിന്നെ എന്താണ്? ഒന്ന് സെൻട്രൽ സർവീസുമാണ്. എന്താണ്? സെൻട്രൽ സർവീസുമാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇതേ കണക്കൊക്കെ ചോദിക്കും. 2 മാർക്കിനാണ്. ഈസി ആയിട്ട് നമുക്ക് 2 മാർക്ക് എന്ത് ചെയ്യാം? അവിടെ ക്ലിയർ ചെയ്യല്ലേ. അടുത്ത ചോദ്യം മക്കളെ നോക്കിക്കേ. ഭരണകൂടത്തിന് 3 ഘടകങ്ങളാണെന്നുള്ള അറിയില്ലേ? നമ്മൾ 3 ഓർഗൻസ് ആണ് നമ്മുടെ ഗവൺമെന്റിലുള്ള. ഒന്ന് ജുഡീഷ്യറി ആണ്. മറ്റ് 2 എന്തൊക്കെയാണ്? നമ്മുടെ നിയമനിർമ്മാണ സഭ. അടുത്തത് കാര്യനിർവഹണ വിഭാഗം. നിർവഹണ വിഭാഗം. അപ്പൊ ഒന്ന് പറഞ്ഞേ, നിയമനിർമ്മാണ സഭ എന്താണ്? ലെജിസ്ലേച്ചർ. കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ്. ജുഡീഷ്യറി തന്നെ. ഓക്കെ, യെസ്, നീതിന്യായ വിഭാഗമാണ് അല്ലേ ജുഡീഷ്യറി. അടുത്ത ചോദ്യം മക്കളെ നോക്കിക്കേ. ഇതേപോലെ 3 ലിസ്റ്റുകൾ നമുക്ക് ഉണ്ട് എന്നറിയാം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതേപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ആൻസേഴ്സ് മിസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബാങ്കിങ്, ക്രിമിനൽ ലോ, ഫിഷറീസ്, റെയിൽവേ, എഡ്യൂക്കേഷൻ, പോലീസ്, ഇതൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. യൂണിയൻ ലിസ്റ്റിന് അണ്ടറിൽ വരുന്നതാണ് ബാങ്കിങ്, സിറ്റിസൺഷിപ്പ്, ന്യൂക്ലിയർ എനർജി, ഡിഫൻസ്. സ്റ്റേറ്റ് ലിസ്റ്റിന് അണ്ടറിൽ വരുന്നതാണ് നമ്മൾ ഏതൊക്കെ? പോലീസ്, പബ്ലിക് ഹെൽത്ത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അഗ്രികൾച്ചർ. കൺകറന്റ് ലിസ്റ്റിന് അണ്ടറിൽ വരുന്നതാണ് ക്രിമിനൽ ലോ, എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻ ഒക്കെ നമുക്ക് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി മക്കളെ സ്റ്റേറ്റിനെ കുറിച്ചും സെൻട്രലിനെ കുറിച്ചുള്ള അവർ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത കമ്മീഷൻ ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് സർക്കാരിയ കമ്മീഷനെയാണ് അപ്പോയിന്റ് ചെയ്തത്. സെൻട്രൽ തന്നെയാണ് ഇത് അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, അത് മറന്നു പോകാൻ പാടില്ല കേട്ടോ. അടുത്ത നമുക്കിതാ ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ്. നമുക്കറിയാമല്ലേ, സംസ്ഥാനങ്ങൾ തമ്മിൽ പലപ്പോഴും അതിർത്തിയെ ചൊല്ലിയിട്ടും നദീജലത്തെ ചൊല്ലിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ചണ്ഡീഗഡ് ആരൊക്കെ തമ്മിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലായിരുന്നു? നമ്മുടെ പഞ്ചാബും ഹരിയാനയും തമ്മിലായിരുന്നു.
മുല്ലപ്പെരിയാറോ നമുക്കെല്ലാവർക്കും അറിയാം എന്താ, കേരളവും തമിഴ്നാടും. ബെൽഗമോ ആര് തമ്മിലായിരുന്നു ബെൽഗത്തിൽ പ്രശ്നമുണ്ടായത്, മഹാരാഷ്ട്ര കർണാടകയും തമ്മിൽ. മഹാരാഷ്ട്രയും കർണാടകയും തമ്മിൽ ബെൽഗം എന്ന് പറഞ്ഞ റീജിയന് വേണ്ടിയിട്ട് പ്രശ്നങ്ങളുണ്ട്. കാവേരി നദിയെ ചൊല്ലി ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, തമിഴ്നാടും കർണാടകയും. അപ്പം അതിർത്തിയെ ചൊല്ലിയിട്ടും സ്ഥലങ്ങളെ ചൊല്ലി, അതായത് ചണ്ഡീഗഡ് എന്ന് പറഞ്ഞ പ്രദേശത്തെ ചൊല്ലിയിട്ട്, മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലിയിട്ട്, ബെൽഗം എന്ന് പറഞ്ഞ പ്രദേശത്തെ ചൊല്ലിയിട്ട്, കാവേരി എന്ന് പറഞ്ഞ നദീനെ ചൊല്ലിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് മാച്ച് ദ ഫോളോവിങ് ആയിട്ട് ചോദിക്കും. 4 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അത് 4 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. ഓക്കെ, യെസ്. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്, ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണേ മക്കളെ. വീണ്ടും അതാ ഒരു മാച്ച് ദ ഫോളോവിങ് വന്നിട്ടുണ്ട്. ഇവിടെ ഡിവിഷൻ ഓഫ് പവർ ഏതിലാണ്, അധികാര വിഭജനം എവിടെയാണ് പറയുന്നത്, അധികാര വിഭജനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പട്ടിക അഥവാ ഷെഡ്യൂൾ എയിലാണ് നമ്മൾ പറയുന്നത്. യൂണിയൻ ലിസ്റ്റ്, കൺഗ്രസ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആയിട്ട് അധികാരങ്ങൾ വിഭജിച്ച് നൽകിയത്. പ്രസിഡന്റിന്റെ റൂളിനെ കുറിച്ച്, രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് എവിടെയാണ് പറയുന്നത്, ആർട്ടിക്കിൾ 356 നമ്മളോട് പറഞ്ഞു തരുന്നത്. ഗൂർഖ ലാൻഡിനെ കുറിച്ചിട്ടോ അതെവിടെയാണ്, വെസ്റ്റ് ബംഗാൾ കണക്റ്റഡ് ആണ്. ആൻഡ് ജമ്മു കാശ്മീർ നമുക്കറിയാം, എന്ത് പറയുമ്പോൾ നമ്മൾ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ, എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയാറില്ലേ, അതാണിതാ ഇവിടെയും പറഞ്ഞു വരുന്നത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മക്കളെ, ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്, രാജസ്ഥാനാണ്. അതേപോലെ ഇന്ത്യയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, ലോർഡ് റിപ്പണെയാണ് അല്ലെ. റിപ്പൺ പ്രഭുവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ് കേട്ടോ, ലോർഡ് റിപ്പൺ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് മക്കളെ പോകാം. ഏത് കമ്മിറ്റിയാണ് മക്കളെ, ഏത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്തത്, ഏത് കമ്മിറ്റിയാണ്, PK തുങ്കൻ കമ്മിറ്റിയാണ്. ഏതാണ്, PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റിയാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്, ശ്രദ്ധിക്കുക. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ, പവേഴ്സ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, എവിടെയാണ്, ഷെഡ്യൂൾഡിലാണ് പറഞ്ഞത്. ഷെഡ്യൂൾ എവിടെയാണ്, 11 പറഞ്ഞു വെച്ചിട്ടുള്ളത്. അടുത്തത് ത്രിതല പഞ്ചായത്തിനെ കുറിച്ചിട്ട്, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു വെച്ചത് എവിടെയാണ്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് നമുക്കൊരു 3 ടയർ സിസ്റ്റം വേണമെന്ന് പറഞ്ഞത്. ഏത് സിസ്റ്റമാണ്, 3 ടയർ സിസ്റ്റം വേണമെന്ന് പറഞ്ഞത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഇനി ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എവിടെയാണ്, ആർട്ടിക്കിൾ 40 പറഞ്ഞു വെച്ചത്. എവിടെയാണ്, ആർട്ടിക്കിൾ 40 പറഞ്ഞു വെച്ചത്. 30 അല്ല 40. ഓക്കെ, അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ അമെൻമെന്റ് റിലേറ്റഡ് ടു ദ അർബൻ ലോക്കൽ ഗവൺമെന്റ്. അർബൻ ലോക്കൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്, അമെൻമെന്റ് ഏതാണ്, ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്, 74 ഭരണഘടന ഭേദഗതി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. നെയിം ദ കേസ് in which the judiciary advanced the theory of basic structure of constitution. എന്തൊക്കെ വന്നാലും, എന്തൊക്കെ നിയമങ്ങൾ വന്നാലും ഭരണഘടനയുടെ അടിസ്ഥാന സിദ്ധാന്തം മാറ്റിക്കൊണ്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് പറഞ്ഞ കേസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് കേസാണ്, കേശവാനന്ദ ഭാരതി കേസാണ്. ഏത് കേസാണ്, കേശവാനന്ദ ഭാരതി കേസാണ്. ഓക്കെ, അടുത്ത മാച്ച് ദ ഫോളോവിങ്ങിലേക്ക് നോക്കാം മക്കളെ. ഇത് കേൾക്കുന്ന സമയത്ത് മിസ് ഇത്രയൊക്കെ മാച്ച് ദ ഫോളോവിങ് ഉണ്ടോ ചോദിക്കും. എന്തായാലും പരീക്ഷയ്ക്ക് 2 മാച്ച് ദ ഫോളോവിങ് വരും. ചില സമയങ്ങളിൽ 3 മാച്ച് ദ ഫോളോവിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചോദിക്കാൻ അറിയത്തില്ല. ഇനി ഇങ്ങനെ മാച്ച് ദ ഫോളോവിങ് ഒക്കെ പഠിച്ചു വെച്ചാലുള്ള ബെനിഫിറ്റ് പറഞ്ഞാൽ നമുക്കൊരു 3 മാർക്കിലെ 4 മാർക്കിലെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ് ഒക്കെ ചോദിക്കുന്നില്ലേ, അപ്പം ആ ടേബിൾ പഠിച്ചു വെച്ചാൽ നമുക്ക് അവിടെയും എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ.
ഡിഫറിംഗ് ഇന്റർപ്രിട്ടേഷൻ, വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ എവിടെയാണ്? ആർട്ടിക്കിൾ 352 പറയുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ കോൺസ്റ്റൻസ്, രാഷ്ട്രീയ സമവായം 73, 74 ഭേദഗതികളിൽ. കോൺട്രവേഴ്ഷ്യൽ അമെൻമെന്റ്, വിവാദ ഭേദഗതികൾ ഏതാണ്? ആർട്ടിക്കിൾ 42. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭേദഗതിയാണ് ആർട്ടിക്കിൾ 42 കേട്ടോ. അടുത്തത് മക്കളെ നോക്കിക്കേ, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. സിമ്പിൾ മെജോറിറ്റി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? സിമ്പിൾ മെജോറിറ്റി നമുക്ക് എന്തെങ്കിലും സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടപ്പോൾ നമുക്ക് സിമ്പിൾ മെജോറിറ്റി ആഡ് ചെയ്താൽ മതി. സ്പെഷ്യൽ മെജോറിറ്റിയോ, അത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് സ്പെഷ്യൽ മെജോറിറ്റി വരുന്നത്. ഇനി സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും നമുക്ക് എന്തിലാണ് വേണ്ടത്? നമ്മുടെ രാഷ്ട്രപതി പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിന്, ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആണ്. ഓക്കെ, യെസ്. അടുത്ത മാച്ച് ദ ഫോളോവിംഗിലേക്ക് നമുക്ക് പോകാം. ഇവിടെ കുറച്ച് ബുക്സുകൾ, നമ്മൾ ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞ കുറച്ച് ബുക്കുകളും അതേപോലെ എഴുതിയ ഓതേഴ്സ്, മൂവീസ് എഴുതിയ ഓതേഴ്സ്, അങ്ങനെയൊക്കെ റൈറ്റേഴ്സ്, അതൊക്കെ ചോദിക്കും. ഇവിടെ ലോങ് വാക്ക് ടു ഫ്രീഡം ആരായിരുന്നു? ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയാണ്. ഫ്രീഡം ഫ്രം ഫിയറോ ഓങ് സാൻ സൂയി. വാട്ടർ ദീപ മേത്ത. ആൻഡ് രാമായണ റീടോൾഡ് അബ്രമേനോൻ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, നമ്മൾ പറയില്ലേ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ലിസ്റ്റിലുള്ള ഒന്നാണ് കേട്ടോ ഇത്. ഓക്കെ, യെസ്. അതേപോലെ കുറച്ച് പുസ്തകങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. സത്താനിക് വേഴ്സ് ആരാണ്? സൽമാൻ റുഷ്ദിയാണ്. ഹിന്ദ് സ്വരാജ് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. ഓൺ ലിബർട്ടി ആരായിരുന്നു മക്കളെ? നമ്മുടെ ജോൺ സ്റ്റുവേർട്ട് മിൽ. റിപ്പബ്ലിക് പ്ലാറ്റോ ആണ് മക്കളെ. ഓക്കെ, ക്ലിയർ? യെസ്. അടുത്തത് മാച്ച് ദ ഫോളോവിംഗിലേക്ക് നമുക്ക് പോകാം. അനുകൂലാത്മക നടപടി ആർതാണ്? നമ്മുടെ അഫിർമേറ്റീവ് ആക്ഷൻ ആണ് അവിടെ ചോദിക്കുന്നത്. അഫിർമേറ്റീവ് ആക്ഷൻ നോക്കിക്കേ, ഏതാണ്? ബാങ്കുകളിൽ മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന നിരക്കിൽ പലിശ. അടുത്തത് അവസര സമത്വം, എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം. ദെൻ തുല്യാവകാശം, പ്രായപൂർത്തി, വോട്ടവകാശം. അതാണ് തുല്യാവകാശം. ഓക്കെ, ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മക്കളെ. എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്നാണ്? ഡിസംബർ 10 അങ്ങനെയാണെങ്കിൽ UN ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതെന്നാണ്? 1948 നടന്നത്. ഓക്കെ മക്കളെ, നാഷണലിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോവിംഗ് ആണ്. ദേശീയതയുടെ ഘടകങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഇവയെ ശരിയായ കോളത്തിൽ ക്രമീകരിക്കാനാണ് മിസ് ഇവിടെ ഹൈലൈറ്റർ യൂസ് ചെയ്ത് കൊടുക്കാം. ഷെയർഡ് ബിലീഫ് ഏതാ? ഷെയർഡ് ബിലീഫ് ഫീലിംഗ് ഓഫ് വൺസ്. അടുത്തത് ടെറിറ്ററി ഏതാ മക്കളെ വരുന്നത്? മദർലാൻഡ് ആണ് ടെറിറ്ററി ആയിട്ട് വരുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ സിദ്ധാന്തമാണ് വരുന്നത്. പൊളിറ്റിക്കൽ സ്വത്വം, പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ആണ് വരുന്നത്. അതെവിടെയാണ്? നാഷണൽ ആന്തത്തില്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജി, രാഷ്ട്രീയ ആദർശങ്ങൾ, ഡെമോക്രസിയാണ് മക്കളെ വരുന്നത്. അപ്പോൾ ഓരോന്നിന്റെ നേരെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഓക്കെ, യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. യുദ്ധത്തെ മഹത്വൽക്കരിച്ച ചിന്തകൻ ആരായിരുന്നു? നമ്മുടെ ഫ്രെഡറിക് നീഷെയാണ്. കുറുക്കനും സിംഹവും, ഫോക്സ് ആൻഡ് ലയൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൂം. ഈ ഒരു ഐഡിയ ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ വിൽഫ്രഡ് പെരേറ്റോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, അതായത് ചാപ്റ്ററല്ല, ഈ ഒരു 20 ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മാച്ച് ദ ഫോളോവിങ്ങും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി അങ്ങോട്ടുള്ള നമ്മളെ സൂപ്പർ 60 മാരത്തോണുകൾ, ബൂസ്റ്ററുകളിലൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. ഇനി അങ്ങോട്ട് ഒരുപാട് കോണ്ടന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ, നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകാം. നമുക്ക് എക്സാമിന് എന്തായാലും ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. അതിൽ കുറഞ്ഞതൊന്നും നമുക്ക് വേണ്ട അല്ലേ? ഫുൾ മാർക്ക് എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പം ലൈവുകളൊന്നും മിസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ലൈവിലിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു സെക്ഷനിൽ ഒരുപാട് ഇതേപോലത്തെ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.